ഹലോ നമസ്കാരം. അപ്പോൾ ബാബി ആൻഡ് ഹെയർ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ പറയുക, ഒരു 1.5 മാസത്തെ സന്തോഷ നിമിഷങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. നാളെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേരളത്തിലേക്ക്. അപ്പോൾ മോൾക്കും അനുജനും വേണ്ടിയിട്ട് കുറച്ച് ദിവസം അവർ ഞങ്ങളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് അറിയരുത് വിചാരിച്ചിട്ട് അവർക്ക് ഞാൻ കുറച്ച് കാളൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുളിഞ്ചി, പിന്നെ പീനട്ട് ബോൾസ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചു. പിന്നെ 2 ദിവസത്തേക്കുള്ള മീൻകറി, മത്തി ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി മധുരക്കിഴങ്ങ് കൊണ്ടൊരു പായസവും, സ്ട്രോബെറി, ബ്ലൂബെറി, പഴം, ആപ്പിൾ ഇതൊക്കെ വെച്ചിട്ടൊരു പിക്കിളും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പിന്നീട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കായിട്ട് തരാം കേട്ടോ. ഈ ജാമ് കുങ്കു ചമ്പുവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സ്ട്രോബെറി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുങ്കു ഉണ്ടാക്കിയതാണ് അവൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടാലോ? ബാ പോവാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 1 സ്പൂണ് കടുകിട്ടിട്ടുണ്ട് കേട്ടോ. കടുകൊന്ന് പൊട്ടി വരട്ടെ നല്ലോണം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് പച്ചമണം മാറിയാൽ മതി കേട്ടോ, വല്ലാതെ മൂത്ത് പോകണ്ട. അപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇവിടെ ഫ്രോസണാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ കിടന്നിട്ടുള്ള ആ ഒരു വേവാണ് ഉണ്ടാവുള്ളൂ. കാരണം ഇനി നമ്മൾ പുളിവെള്ളമാണല്ലോ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നന്നായി വഴന്ന് വരട്ടെ. അപ്പം നമ്മുടെ ചേർത്ത പഴങ്ങളെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അത് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി ആവശ്യത്തിന് കേട്ടോ, അതങ്ങനെ അളവൊന്നുമില്ല. ചിലവർക്ക് കായത്തിൻ്റെ മണം അങ്ങനെ മുകളിൽ പോകുന്നത് ഇഷ്ടമല്ല. എനിക്കത് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർ ഇഷ്ടത്തിന് അത് ചേർക്കുക. ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളപ്പിക്കാം. പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. ഈ പിക്കിൾ നമുക്ക് ചോറിൻ്റെ കൂടെ, ഫ്രൈഡ് റൈസ്, ബിരിയാണി, നെയ്ച്ചോറ്, കൂടാതെ ചപ്പാത്തി, ഇഡ്ഡലി, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ ഇതിൽ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇൻഗ്രീഡിയൻസിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്താറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ആപ്പിളും പൂവൻപഴവുമാണ് ചേർത്തത്. കഴിഞ്ഞ പ്രാവശ്യം നേന്ത്രപ്പഴമായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമ്മുടെ മനോധർമ്മം പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കണു. നന്നായി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. ഓക്കേ, നമ്മുടെ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വെറുതെ പറയല്ല കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടോ. പിന്നെ അതിൽ അനാരോഗ്യകരമായിട്ട് ഒന്നുമില്ല. വിനാഗിരി ഇല്ല, ബാക്കി അങ്ങനെ വേറെ കളറോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കൂ കേട്ടോ.